കൗതുകങ്ങളേറെ ഒളിപ്പിച്ചു വെച്ച മനോഹരമായൊരു കാട് കാണാം ഇനി. കോഴിക്കോട് കൊടുവള്ളി സ്വദേശി വി മുഹമ്മദ് കോയയാണ് 3 ഏക്കറിൽ ഈ കൃത്രിമ കാട് നിർമ്മിച്ചിരിക്കുന്നത്. 249 ഇനം മരങ്ങളും കുറ്റിച്ചെടികളും ഉൾപ്പെടുന്ന കാട്ടിലേക്ക് പ്രവേശനം സൗജന്യമാണ്. സമീർ സി മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ആ യാത്രയിലേക്ക്. അപൂർവ മരങ്ങളുടെ ശേഖരം മാത്രമല്ല, ഒരു പ്രത്യേക ആവാസ വ്യവസ്ഥയുടെ കലവറ കൂടിയാണ് കൊടുവള്ളിയിലെ കാട്. കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിലും അതിപ്പോൾ സ്വാഭാവിക കാടായി മാറിയിരിക്കുന്നു. പോകാം നമുക്ക് ആ കൗതുക കാഴ്ചകളിലേക്ക്. അങ്ങനെ നമ്മൾ പടനിലം ആരാമ്പ്രയിലുള്ള മനോഹരമായ വനമേഖലയിൽ എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പ്രവേശന കവാടം ഏറെ ആകർഷകമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ മരമായിട്ടുള്ള റെഡ്വുഡ് സെക്യൂർഡ് മാതൃകയിലാണ് അതിൻ്റെ പ്രവേശന കവാടം എത്തിയിരിക്കുന്നത്. 3 ഏക്കറോളം വിസ്തൃതിയുള്ള ആ മനോഹരമായ കാടിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഒപ്പം അതിൻ്റെ കാവൽക്കാരനായ വി മുഹമ്മദ് കോയയുടെ വിശേഷങ്ങളും നോക്കാം. ആയിരത്തി 1999 30 സെന്റ് സ്ഥലത്ത് തുടങ്ങിയതാണ് കാട് നിർമ്മാണം. 25 വർഷങ്ങൾക്കിപ്പുറം ഈ കുന്നിൻ ചെരുവെല്ലാം വലിയ വനമായി മാറിയിരിക്കുന്നു. നിരവധി സസ്യലതാദികളുടെയും പക്ഷിമൃഗാദികളുടെയും ആവാസ കേന്ദ്രം. രാജകീയ മരങ്ങളായ ചന്ദനം, ഈട്ടി, തേക്ക്, കരിമരം എന്നിവയ്ക്ക് പുറമെ കമ്പിളിമരം, കുന്തിരിക്കം, ഫെവിക്കോൾ മരം, വെങ്കണ, കമ്പകം ഇങ്ങനെ നീളുന്നു ഇവിടുത്തെ മരങ്ങളുടെ പട്ടിക. റബ്ബർ വെച്ച് വരുമാനം ഉണ്ടാക്കാമായിരുന്നില്ലേ എന്ന് ചോദിക്കുന്നവരോട് പ്രകൃതി സംരക്ഷണത്തിന് തന്നാൽ ആവുന്നത് ചെയ്യുകയാണ് ഈ പ്രവൃത്തിയിലൂടെ എന്നാണ് വി മുഹമ്മദ് കോയയുടെ മറുപടി. ഇവിടെ എന്തിനാണ് പ്രാധാന്യം കൊടുത്തതെന്ന് ചോദിക്കുകയാണെങ്കിൽ പശ്ചിമഘട്ട നിരകളിലെ വൃക്ഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. ഇനങ്ങളൊക്കെ കാട്ടുവൃക്ഷങ്ങൾ തന്നെയാണ്. നമ്മുടെ നാട്ടിൻപുറത്ത് സാധാരണ കാണുന്ന വൃക്ഷങ്ങൾ ഫലം കിട്ടുന്ന 2 വർഷം കൊണ്ട് കായ്ക്കുന്ന മാവ്, 1 വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ്, അങ്ങനത്തെ ഒന്നിനും ഒരു പ്രാധാന്യം കൊടുത്തിട്ടില്ല. സാധാരണക്കാരൻ കാണാൻ കഴിയാത്തതും എന്നാൽ ഒരു ആദിമ കാലഘട്ടങ്ങളിൽ നമ്മുടെ വനങ്ങളിൽ സുലഭമായി ഉണ്ടാവുന്നതുമായിരുന്ന ഒരുപാട് വൃക്ഷങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്. അങ്ങനെ ഒരുപാട് വൃക്ഷങ്ങളുണ്ട്. അങ്ങനെ പേര് പറയുകയാണെങ്കിൽ കണ്ടമാനം വൃക്ഷങ്ങളുണ്ട്. എല്ലാം നമുക്ക് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായ വൃക്ഷങ്ങളാണ്, നമ്മൾ നിലനിർത്തേണ്ട വൃക്ഷങ്ങളാണ്. മുളകൾ 29 ഇനം മുളകളുണ്ട്. 250 സൂക്ഷ്മമായിട്ട് പറയുകയാണെങ്കിൽ 249 ഇനം മരങ്ങൾ, ട്രീസ്. അതിൽ ഹെർബൽ പ്ലാന്റ്സ് അല്ല, പിന്നെ അല്ലെങ്കിൽ ഒരു ചെറിയ ഇന്നർ ഗ്രോത്ത് അടിക്കാടികളല്ല ഞാൻ പറഞ്ഞത് മരമായിട്ട് വരുന്ന ഒരു വലിയ വൻ വൃക്ഷത്തിൻ്റെ ശ്രേണിയിൽപ്പെട്ട ഇനങ്ങളാണ് പറഞ്ഞു. പിന്നെ ലോകത്തിൽ അത്യപൂർവമായിട്ട് മാത്രമുള്ള വെറും 200 മാത്രം ലോകത്ത് അവശേഷിച്ചിട്ടുള്ള നിരവധി പഠനങ്ങളിൽ അവശേഷിച്ചിട്ടുള്ള പൊരിയൽ എന്ന് പറയുന്ന ഒരു വൃക്ഷമുണ്ട്. വാദംകൊല്ലി ചാമ്പ എന്നൊക്കെ പറയും. അത് ഇന്ന് കേരളത്തിലോ ഇന്ത്യയിലോ അല്ല, ലോകത്ത് മാത്രം 200 വൃക്ഷങ്ങളെ ഉള്ളൂ എന്ന് ഒരു കണക്കെടുപ്പുണ്ട്. അതിലൊരെണ്ണം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഇവിടെയുള്ളൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ ഈ 3 ഏക്കർ വനം എത്ര ചെറുതാണെങ്കിലും അത് കാടിൻ്റെ ചാരുത നിങ്ങൾക്ക് അനുഭവപ്പെടും. ഒരു പറമ്പിൻ്റെ ഒരു ചാരുത നിങ്ങൾക്ക് ഒരിക്കലും ഇവിടെ വരുന്ന ഒരാൾക്ക് അനുഭവപ്പെടുകയല്ല. ഞാൻ ഈ തൊട്ട് നിൽക്കുന്നതാണ് ചോരപ്പാലി, മെരിസ്റ്റിക്ക ബെഡോമി എന്ന് പറയും. മെരിസ്റ്റിക്ക ഫാമിലിയിലെ ഒരു വൃക്ഷം മാത്രമാണ് ചോരപ്പാലി, ചോരപ്പത്രി, ഉണ്ടപ്പത്രി, ഉണ്ടപ്പൈൻ, കാട്ടുജാതി, ഇതെല്ലാം ഈ വർഗത്തിൽപ്പെട്ടതാണ്. ഈ വർഗത്തിൻ്റെ സവിശേഷത എന്താണെന്ന് വെച്ചാൽ ജട പിടിച്ച് നിൽക്കുന്ന കെട്ടിപ്പണിഞ്ഞ് കിടക്കുന്ന വേരുകൾ ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളത്തിൻ്റെ ഭൂമിൻ്റെ അടിയിലേക്ക് താഴ്ത്താൻ ഈ മെരിസ്റ്റിക്ക ഫാമിലിക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ. മാത്രമല്ല കടലാസ് പെൻസിൽ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ വുഡാണ് എടുക്കുന്നത്. 1864 വില്യം ലോഗൻ ഇവിടെ ബ്രിട്ടീഷ് കളക്ടർ മലബാർ കളക്ടറായി വരുന്ന അവസരത്തിൽ അദ്ദേഹം കണ്ട എല്ലാ വൃക്ഷങ്ങളും ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. വില്യം ലോഗൻ്റെ മലബാർ മാനുവൽ എല്ലാ വൃക്ഷങ്ങളും പേര് തന്നെ എടുത്തെടുത്ത് എഴുതിയിട്ടുണ്ട്. ആ വൃക്ഷങ്ങളൊന്നും ഇപ്പം മലബാറിലുമില്ല, കേരളത്തിലുമില്ല. മരങ്ങളെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം വിജ്ഞാനപ്രദമായ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വായനയും എഴുത്തും ഇഷ്ടപ്പെടുന്ന വി മുഹമ്മദ് കോയ 11 പുസ്തകങ്ങളുടെ രചയിതാവാണ്. കുറേ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. 10-11 പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. നോവലുണ്ട്, കഥ ഉണ്ട്, എല്ലാം ഉണ്ട്. കാടിനെ പറ്റി ചങ്ങമ്പുഴൻ്റെ അദ്ദേഹത്തിൻ്റെ രമണൻ, മലരണിക്കാടുകൾ തിങ്ങി മരതകക്കാന്തിയിൽ മുങ്ങി കണ്ണും കരകളും കവർന്നു മിന്നി കറയറ്റൊരാലാസൽ ഗ്രാമഭംഗി. അങ്ങനെ ഒരു ഗ്രാമഭംഗിയൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഒരു കൊച്ചു കാറ്റെങ്ങാൻ വന്നു പോയാൽ തുരുതുരെ പൂമഴയായി. പിന്നെ ഇപ്പോൾ ഒരു കാറ്റ് വരികയാണെങ്കിൽ ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നൊരു കാഴ്ച ഒരു ആസുര കാലഘട്ടത്തിൽ ഇപ്പോഴങ്ങനെ ഉള്ളൂ. 7 ഗേറ്റുകളിലൂടെയാണ് ഇവിടേക്ക് പ്രവേശനം. ഷേക്സ്പിയർ ഗേറ്റ്, കുമാരനാശാൻ ഗേറ്റ്, ഷെർലക് ഹോംസ് ഗേറ്റ്,
മഹാഭാരത ഗേറ്റ്, പതേർ പഞ്ചാലി ഗേറ്റ് എന്നിങ്ങനെയാണ് ഗേറ്റുകളുടെ പേര്. മുഹമ്മദ് കോയയുടെ കൊച്ചുമക്കളുടെ പേരുകളിലുമുണ്ട് കൗതുകം. അപ്പോൾ സാഹിത്യാഭിരുചി ആദ്യം മുതലുള്ളത് കൊണ്ട് ഈ ലിറ്ററസി ഗാർഡനൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പേരക്കുട്ടികൾക്ക്, എനിക്ക് പെൺകുട്ടികളൊന്നുമില്ല, പെൺകുട്ടികളെ വന്നപ്പോൾ ഞാൻ എനിക്കിഷ്ടപ്പെട്ട കഥാപാത്രങ്ങളെ പേരും ഇട്ട്. ആദ്യമായിട്ടിട്ടത് സിംബ്ലിൻ എന്ന് പറയുന്ന കഥാപാത്രമാണ് വിക്ടർ ഹ്യൂഗോൻ്റെ ലെസ് മിസറബിൾ എന്ന് പറയുന്നതിൽ ഒരു സിസ്റ്റർ സിംബ്ലിസ് ഉണ്ട്, അതിൻ്റെ പേരാണ് ഇട്ടത്. പിന്നീട് ഞാൻ ഷേക്സ്പിയർ ഡെസ്റ്റിമണ എന്ന് പറയുന്ന ഒരു പേര് കുട്ടിക്ക് അതിട്ടു. പിന്നെ മറ്റൊരു പേര് കുട്ടിക്ക് ആൻ ഫ്രാങ്ക് എന്ന പേരിട്ടു. വനവിസ്തൃതി ഇനിയും വർദ്ധിപ്പിക്കണമെന്നാണ് മുഹമ്മദ് കോയയുടെ ആഗ്രഹം. മനം മയക്കുന്ന കാഴ്ചയ്ക്കൊപ്പം ഏറെ വിജ്ഞാനപ്രദവുമാണ് ഈ ബോട്ടണിക്കൽ ഗാർഡൻ. ഇനിയും അനേകം വിശേഷങ്ങളുണ്ട്. തൽക്കാലം നിർത്തുകയാണ്. കോഴിക്കോട് നിന്ന് പ്രജ്വൽ സുരേഷിനും ഹരീഷനുമൊപ്പം സമീർ സി മുഹമ്മദ്, 24.